എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സ് പോർഷന്റെ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം ആണ്. അത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൽ നമ്മൾ 5 മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ എക്സാമിന്റെ സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്പീഡ് കൂടും. നിങ്ങൾക്ക് ആ ഒരു 20 ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം 20 ക്വസ്റ്റ്യൻ്റെ എക്സാം ആണ്. അത് നമ്മൾ 30 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ എക്സാമിന് വരുന്ന ആ ഒരു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഉറപ്പായിട്ടും അതിൽ നിന്നും ആ ഒരു ടൈപ്പ് തന്നെ ചോദിക്കും. സെയിം ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമുക്ക് ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത. അപ്പോൾ 5 മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, the function f of x equal to x square from the set of positive real numbers to positive real number. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്നും പോസിറ്റീവ് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് സർജക്റ്റീവ് ആണോ ഇൻജക്റ്റീവ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻജക്റ്റീവ് ആണ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺ ആണ്, അല്ലേ? അപ്പം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലീസ് എന്തായിരിക്കണം? x1 ഈക്വൽ ടു x2 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 1 ആണെന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഞാൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എന്ത് വരും? x1 സ്ക്വയർ എന്ന് വരും. എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് എന്ത് വരും? x2 സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. കാരണം എന്താണ്? ഇത് പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്നും പോസിറ്റീവ് റിയൽ നമ്പറിലേക്കുള്ളതാണ്. സോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? നമുക്ക് x1 ഈക്വൽ ടു x2 എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇതെന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇത് ഓൺ ടു ആയിരിക്കുമോ? ഇവിടെ നോക്കി, നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഇതാണ് ഗ്രാഫ് വരുന്നത്. നമുക്ക് പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്ന് പോസിറ്റീവ് റിയൽ നമ്പറിലേക്കാണ്. അതായത് പിന്നെ എവിടെ നിന്നാണ് നമ്മൾ വാല്യൂസ് എടുക്കുന്നത്? ഡൊമൈൻ എക്സിലെ വാല്യൂസും ഇമേജ് എന്താണ്? വൈ ആക്സിസിലെ വാല്യൂസും ആണ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അതായത് ഏതൊരു പോയിന്റിനും റിയൽ നമ്പറിലെ ആർ പ്ലസിലെ ഏതൊരു എലിമെന്റിനും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. സോ ഇത് എന്തും കൂടി ആയിരിക്കും? ഓൺ കൂടി ആയിരിക്കും. സോ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോത്ത് 1 ഓൺ ടു ആയിരിക്കും. അതായത് ബോത്ത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 സൈൻ ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഫസ്റ്റ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 സൈൻ ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പോൾ സൈൻ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. സൈൻ 0 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ 0/0 ഫോം വന്നു. സോ എന്തായിരിക്കും? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, ദറ്റ് ഈസ് കോസ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് ആയ 1 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് ഓഫ് 1 മൈനസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? കോസ് 0 ആണ്. കോസ് 0യുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഉറപ്പായിട്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൽ ഹോസ്പിറ്റൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? 0/0 ഫോം വന്നാൽ ന്യൂമറേറ്ററിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റൈസ് ടു 4 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഞാനിവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു യു എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x dx ഈക്വൽ ടു എന്തെന്ന് വന്നു? du എന്ന് വന്നു. നമുക്ക് ന്യൂമറേറ്ററിൽ എന്തുണ്ട്? എക്സ് ഡി എക്സ് ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? du ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം, അല്ലേ? ഇനി നോക്കി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇന്റഗ്രൽ ഏതായിരുന്നു? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റൈസ് ടു 4 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഡി എക്സിന് പകരം du/2 എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് du/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റൈസ് ടു 4. സോ എന്ത് വരും? 1 മൈനസ് യു സ്ക്വയർ എന്ന് വരും.
ഈ 1/2 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 1 മൈനസ് യു സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി നോക്കി ഈ 1 മൈനസ് യു 1/1 മൈനസ് യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ അറിയാവോ? സപ്പോസ് നമുക്കത് ഡയറക്റ്റ് അറിയാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് 1/1 മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് യു ഇൻറ്റു 1 പ്ലസ് യു എന്ന് എഴുതാം അല്ലേ. 1/1 മൈനസ് യു ഇൻറ്റു 1 പ്ലസ് യു എന്ന് എഴുതാം. പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്? എ ഡിവൈഡഡ് ബൈ 1 മൈനസ് യു പ്ലസ് ബി ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 1 പ്ലസ് യു എന്ന് വരും. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? എ ഇൻറ്റു 1 പ്ലസ് യു പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് യു ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ 1 മൈനസ് യു ഇൻറ്റു 1 പ്ലസ് യു എന്ന് വരും അല്ലേ. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? 1/1 മൈനസ് യു സ്ക്വയർ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് യു സ്ക്വയർ ആണ്. സോ ഇത് രണ്ടും കട്ടായി പോകും. നമുക്ക് എന്തെന്ന് കിട്ടും? 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് യു പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് യു എന്ന് കിട്ടും അല്ലേ. ഇനി ഞാൻ ആദ്യം എന്ത് ചെയ്തു? യു ഈക്വൽ ടു 1 കൊടുത്തു. യു ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് 1 ഈ ടൈം 0 ആയി പോകും. നമുക്ക് എന്തെന്ന് വരും? 1 ഈക്വൽ ടു 2u എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 2a എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് a ഈക്വൽ ടു എന്തെന്ന് വരും? 1/2 എന്ന് വരും. ഇനി ഞാൻ യു ഈക്വൽ ടു -1 കൊടുത്തു. യു ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് 1 ഇത് 0 ആയി പോകും. 1 മൈനസ് -1 2b എന്ന് വരും അല്ലേ. 1 ഈക്വൽ ടു എന്തെന്ന് വരും? 2b എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് b ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. അതായത് 1/1 മൈനസ് യു സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 1/2/1 മൈനസ് യു പ്ലസ് 1/2/1 പ്ലസ് യു എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/1 മൈനസ് യു പ്ലസ് 1/2/1 മൈനസ് യു പ്ലസ് 1/2/1 പ്ലസ് യു ഡി യു എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇവിടെ 1/2 രണ്ടിടത്തും കോമൺ ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ 1/1 മൈനസ് യു പ്ലസ് 1/1 പ്ലസ് യു ഡി യു എന്ന് വരും. ഇനി 1/xന്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് ആണ് അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/4 ഇൻറ്റു ലോഗ് 1 മൈനസ് യു ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് ആയ -1 വരും. പ്ലസ് അടുത്തത് എന്ത് വരും? ലോഗ് 1 പ്ലസ് യു ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 പ്ലസ് യുവിൻ്റെ ഡെറിവേറ്റീവ് ആയ 1 വരും. പ്ലസ് എന്തോടെ വരും? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷനും വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു എന്തെന്ന് വരും? മൈനസ് ഉള്ളത് ഞാൻ രണ്ടാമത് എടുത്തു. അപ്പോൾ എന്ത് വരും? ലോഗ് 1 പ്ലസ് യു മൈനസ് ലോഗ് 1 മൈനസ് യു എന്ന് വന്നു അല്ലേ. ഇനി നോക്കി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? നമുക്കറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/4 ഇൻറ്റു ലോഗ് 1 പ്ലസ് യു ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 1 മൈനസ് യു എന്ന് വരും. ഇനി നമുക്കറിയാം എന്താണ്? യു എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ ആയിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? 1/4 ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഓക്കെ, ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഞാൻ ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് ഞാൻ മൈനസ് ഔട്ട് സൈഡ് എടുത്തായിരുന്നില്ല എന്തോന്നെ. കാരണം ഞാൻ അങ്ങനെ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ മൈനസ് ആയിട്ടുള്ളതും കൂടി ഉണ്ട്. സോ ഞാൻ മൈനസ് ഔട്ട് സൈഡ് എടുത്തു. -1/4 എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? ലോഗ് 1 മൈനസ് യു മൈനസ് ലോഗ് 1 പ്ലസ് യു എന്ന് വരും അല്ലേ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? -1/4 ഇൻറ്റു ലോഗ് 1 മൈനസ് യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എന്ന് വരും. അതായത് എന്താണ്? -1/4 ഇൻറ്റു ലോഗ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ അതേതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ ശരിക്കും ഈ പ്രോബ്ലത്തിന് ഓപ്ഷൻ എയും സിയും കറക്റ്റ് ആണ്. പക്ഷേ നമുക്ക് PSCക്ക് ഒരു ഓപ്ഷനേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടപ്പം മാറിപ്പോയതാണ്. അപ്പം ഇവിടെ നമുക്ക് ഏതൊക്കെ വരും? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡ് ചെയ്യുക, അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതുപോലെ തന്നെ ഏതാണ്, അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് വേരിയബിൾ സെപ്പറബിൾ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? dy ഡിവൈഡഡ് ബൈ y ഈക്വൽ ടു -2x dx എന്ന് എഴുതാം അല്ലേ. ഇതിപ്പം ഇവിടെ ഈ വൈയുടെ ടേംസ് മാത്രമായി, ഇവിടെ എക്സിൻ്റെ ടേംസ് മാത്രമായി. സോ നമുക്കിതിനെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? dy ബൈ y എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് y ആണ്. ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? -2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വരും. സോ ഇവിടുന്ന് 2ഉം 2ഉം കട്ടായി പോകും. അതായത് ലോഗ് y ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? -x സ്ക്വയർ പ്ലസ് c എന്ന് കിട്ടും. ഇനി ഈ ലോഗ് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ പവർ എടുക്കാം. സോ നമുക്ക് എന്തെന്ന് വരും? e റേസ് ടു ലോഗ് y ഈക്വൽ ടു e റേസ് ടു -x സ്ക്വയർ പ്ലസ് c എന്ന് വരും. ഇനി e റേസ് ടു ലോഗ് y എന്ന് പറഞ്ഞാൽ എന്താണ്? y ആണ്. y ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e റേസ് ടു -x സ്ക്വയർ ഇൻറ്റു e റേസ് ടു c എന്ന് വരും അല്ലേ. സോ ഇനി ഞാൻ ഇവിടെ നമുക്ക് സൊല്യൂഷൻ, ഫൈനൽ സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത് ഇതാണ്. y ഈക്വൽ ടു എന്ത് വന്നു? e റേസ് ടു -x സ്ക്വയർ ഇൻറ്റു e റേസ് ടു c എന്ന് കിട്ടി. ഈ e റേസ് ടു c എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട് എന്താണ്? y ഓഫ് 0 ഈക്വൽ ടു 2. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഈക്വൽ ടു e റേസ് ടു -0 സ്ക്വയർ ഇൻറ്റു e റേസ് ടു c എന്ന് വരും. 0 സ്ക്വയർ എത്ര തന്നെയാണ്? 0 ആണ്. e റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ 2 ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? e റേസ് ടു c എന്ന് കിട്ടും. അതായത് e റേസ് ടു സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ദെയർഫോർ y എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 2 ഇൻറ്റു e റേസ് ടു -x സ്ക്വയർ എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതാണ് നമുക്ക് അടുത്ത ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത മോഡൽ എക്സാമിന് ഇടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ GCD ഓഫ് ദ നമ്പേഴ്സ് 630 ആൻഡ് 196. അപ്പം ഈ ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞു. അതുപോലെ തന്നെ ആ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചുള്ളത് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് GCD ഓഫ് ദ നമ്പേഴ്സ് 630 ആൻഡ് 196. അപ്പോൾ ഇത് നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് ചെയ്യാം. എങ്ങനെയാണ്? 630നെ നമുക്ക് 196 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 196 ഇൻറ്റു എത്രയായിരിക്കും? 200, 400, 600, 3 അല്ലേ വരുന്നത്. 3 വരുമ്പോൾ എത്ര വരും? 6, 12, 18, സിസ്റ്റം 1, 9, 15, 27, 28, 2, 3, 2, 5, 588 എന്ന് വരും അല്ലേ. സോ ഇവിടെ എത്രയാണ്? 3 ആണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് കിട്ടും നമുക്ക്? 2, ഇതെത്ര വരും? 4 വരും. 42 വരും. അതായത് നമുക്ക് 630നെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 3 ഇൻറ്റു 196 അല്ലേ. 3 ഇൻറ്റു 196, റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 42 ആണ് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 196നെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 42 വെച്ച് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 196 ഈക്വൽ ടു 42 ഇൻറ്റു എത്രയായിരിക്കും? 4 ആയിരിക്കില്ലേ. നോക്കി, 4, 4, 8, 4, 16, 168. സോ നമ്മൾ 196നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 168 കിട്ടും. 16 8 പോയാൽ 8 വരും. അടുത്ത എത്രയാണ്? 8 6 പോയാൽ 2, 28 വരും. അതായത് എങ്ങനെ എഴുതാം നമുക്ക്? 4 ഇൻറ്റു 42 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 28 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 42നെ 28 വെച്ച് ഡിവൈഡ് ചെയ്യണം. 42ൽ 28 എത്ര തവണയേ ഉള്ളൂ? ഒരു തവണയേ ഉള്ളൂ അല്ലേ. 1 ഇൻറ്റു 28 പ്ലസ് റിമൈൻഡർ എത്ര വരും? 14 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 28നെ 14 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ 28 ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? 2 ഇൻറ്റു 14 പ്ലസ് 0 എന്ന് എഴുതാം. സോ ഇനി നമുക്കൊന്നുമില്ല, റിമൈൻഡർ എല്ലാം 0 കിട്ടി. എപ്പോഴാണോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ഉള്ളത് അതായിരിക്കും എന്ത്? നമ്മുടെ GCD എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. സോ GCD എന്ന് പറയുന്നത് എന്തായിരിക്കും? 14 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 32, 53, 25 is a 6-digit number and it is divisible by. ഓക്കെ, 7 വെച്ച് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആ നമ്പർ ഏതാണ്? ഇതാണ് നമ്മുടെ നമ്പർ. അതിൻ്റെ ലാസ്റ്റ് നമ്പർ ഒഴിവാക്കുക, ബാക്കി നമ്പർ എടുത്തെഴുതുക. എത്ര വരും? 32, 53, 2. ഇനി ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിൾ എഴുതുക. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 5 ആണ്. 5ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും? 2, 3 - 1, 2, ബാലൻസ് അതുപോലെ എഴുതുക. 325 എന്ന് വന്നു.
ഇനി എഗെയിൻ നമ്മൾ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി എടുത്ത് എഴുതുക. അപ്പോൾ എന്ത് വരും 32 52 ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും 12 നിന്ന് 4 പോയാൽ 8, അടുത്ത് എന്ത് വരും 4 2 3 1. എഗെയിൻ നമ്മൾ എന്ത് എഴുതുക, ആ ലാസ്റ്റ് നമ്പർ ഒഴിവാക്കിയിട്ട് ബാക്കി എടുത്ത് എഴുതുക. അപ്പോൾ എന്ത് വരും 324 മൈനസ് ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ സബ്സ്ട്രാക്ട് ചെയ്യുക 16. അപ്പോൾ എത്ര വരും 14 നിന്ന് 6 പോയാൽ 8 അല്ലേ, 14 നിന്ന് 6 പോയാൽ 8, 1 1 പോയാൽ 0, 308 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കിയിട്ട് വീണ്ടും ബാലൻസ് എഴുതുക. അപ്പോൾ എത്ര വന്നു 30 മൈനസ് ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ അത് എത്രയാണ് 16. 16 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് 10 നിന്ന് 6 പോയാൽ 4, 2 നിന്ന് പോയാൽ 1. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാണ് 14 ആണ്. ആ 14 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഡിവിസിബിൾ ബൈ 7 ആണ്. സോ ഈ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. സോ ഡിവിസിബിൾ ബൈ 7 എന്ന് കിട്ടി. ഇനി ഡിവിസിബിൾ ബൈ, കാരണം only 7 only 11 ഓൾ ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം only 11 ആണ്, only 7 അല്ല എന്ന് കിട്ടി. അല്ല, ഏതാണ് only 11 അല്ല, കാരണം എന്താണ് only 7 അയച്ച് നമുക്ക് ഡിവിസിബിൾ ആണെന്ന് കിട്ടി. ഇനി 11 കൂടെ നോക്കാം. 11 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഒന്നിടവിട്ടുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും നോക്കി 3 + 5 + 2. അപ്പോൾ എത്ര വന്നു 5 3 8 8 2 10 എന്ന് വന്നു. അടുത്ത എത്ര വരും ഇതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും 2 2 3 2 5 5 5 10 എന്ന് കിട്ടി. സോ രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടും 0 കിട്ടും. 0 എന്ന് പറയുന്നത് എന്താണ് ഡിവിസിബിൾ ബൈ 11 ആണ്. സോ 11 വെച്ചും ഡിവിസിബിൾ ആണ്, 7 വെച്ചും ഡിവിസിബിൾ ആണെന്ന് കിട്ടി. അതുകൊണ്ട് എന്തായിരിക്കും ഇത് ഡിവിസിബിൾ ബൈ 7 11 13 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ ഏതെങ്കിലും എങ്ങനെയും ഓപ്ഷനിലേക്ക് എത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാക്സിമം, കാരണം നമുക്ക് സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് phi is the Euler Taussian function then phi of 1001 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1001നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അതിന് നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും, ഡിവിസിബിലിറ്റി നോക്കാം. പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 1001 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കുമോ, അല്ല അല്ലേ. 3 വെച്ച് ഡിവിസിബിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം, സം ഓഫ് ദ ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. ഇവിടെ സം എന്ന് പറയുന്നത് എത്രയാണ് 2 ആണ് വരുന്നത്. 2 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 അല്ല, അതുകൊണ്ട് 3 വെച്ച് ഡിവിസിബിൾ അല്ല, 2 വെച്ചുമല്ല, കാരണം ഇതെന്തല്ല ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് 2 വെച്ചും അല്ല, 5 വെച്ചും അല്ല. 5 വെച്ച് ഡിവിസിബിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 5 ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇനി 7 വെച്ചാകുമോ, 7 വെച്ചെന്ന് പറയുമ്പോൾ എന്ത് വരും, നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിജിറ്റിന്റെ ഡബിൾ എഴുതുക. ഡബിൾ എഴുതുമ്പോൾ എന്ത് വരും 100 മൈനസ് 2 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എത്രയാണ് 98 ആണ്. 98 എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിസിബിൾ ബൈ 7 അല്ലേ. 70 28 98 ആണ്. സോ 98 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 7 ആണ്. സോ ഈ നമ്പർ എന്തായിരിക്കും ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. സോ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നോക്കി, 7 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ 7 വന്നു, 1 ബാലൻസ് എത്രയുണ്ട് 3, 30 എന്ന് പറയുമ്പോൾ എത്രയാണ് 28, എത്ര വരും 4 വരും, ബാലൻസ് 2, 21 എന്ന് പറയുമ്പോൾ എത്ര വരും 3 വരും. അതായത് 1001നെ നമുക്ക് എങ്ങനെ എഴുതാം, 1 × 143 എന്ന് എഴുതാം. ഇനി 143 ഏത് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും നോക്കി, 143 എന്ന് പറയുമ്പോൾ 13 × 11 അല്ലേ, 13 × 11 എന്ന് പറയുമ്പോൾ 143 ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 7 × 11 × 13 എന്ന് എഴുതാം. ഇനി phi of 1001 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, phi of 7 × 11 × 13 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞതിനകത്തെ ഒരു പ്രോബ്ലത്തിനകത്ത് കണ്ടതാണ് അല്ലേ. എന്തായിരുന്നു, phi of mn = എന്തായിരിക്കും, phi of m × phi of n ആണ് എപ്പോൾ m n റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ. ഇവിടെ 7 11 13 എന്താണ് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, phi of 7 × phi of 11 × phi of 13 ആണ് അല്ലേ. phi of 7ന്റെ വാല്യൂ എത്രയാണ് 6 ആണ്, അത് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. phi of 11 എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്. phi of 13 എന്ന് പറയുന്നത് എത്രയാണ് 12 ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 12 × 10 120 × എന്തെന്ന് വരും 6 എന്ന് വരും. 120 × 6 എത്രയാണ് 0, 6 6 12 ജസ്റ്റ് 1 6 1 7 720 എന്ന് കിട്ടും അല്ലേ. 720 എന്ന് വരും. സോ ഇനി നമുക്ക് എന്താണ് അതിൻ്റെയും phi ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് വരും, phi of 720 നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 720നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 360 എന്ന് വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും 180 എന്ന് വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും 90 എന്ന് വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും 45 എന്ന് വരും. ദെൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 9 വരും.
ദെൻ എന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ എന്ത് വരും 3 വരും. എഗെയിൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. അതായത് 720 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2⁴ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5⁻1 എന്ന് വരും. സോ 5 ഓഫ് 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 720 ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/5 എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 720 ഇൻറ്റു 1/2 ഇൻറ്റു 3 മൈനസ് 1 2/3 ഇൻറ്റു 5 മൈനസ് 1 4/5 എന്ന് വരും. സോ 720 ഇതും കൂടി കട്ടായി പോയി എന്ത് വരും? 360 വരും. 360 3യും കൂടി കട്ടായി പോയി എത്ര വരും? 300 100 തവണ, 60 20 തവണ, സോ 120 എന്ന് വരും. 120ഉം 5ഉം കൂടി കട്ടായി പോയാൽ എന്ത് വരും? 120 100 20 തവണ, 20 എത്രയാണ്? 4 തവണ, അപ്പം 50 100 20, സോ 24 എന്ന് വരും. സോ 24 ഇൻറ്റു 2 ഇൻറ്റു 4 എന്ന് വരും. ദാറ്റ് ഈസ് 48 ഇൻറ്റു എന്തെന്ന് വരും? 4 എന്ന് വരും. സോ 192 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു ലെക്ചർ നമ്പർ തിയറിയുടെ ലെക്ചർ 3 or 4 ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലെക്ചറുകൾ കയറി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ പെർമ്യൂട്ടേഷൻ. സോ ഫസ്റ്റ് ഇതിനെ എന്താക്കണം? ഡിസ്ജോയിന്റ് സൈക്കിൾ ആയിട്ട് എഴുതണം അല്ലേ? അതെങ്ങനെ എഴുതാൻ പറ്റും? 1 goes to എന്താണ്? 4 ആണ്. 4 goes to എന്താണ്? 1 ആണ്. സോ അതൊരു സൈക്കിളായി. അടുത്ത എന്താണ്? 2 goes to എന്താണ്? 2 തന്നെയാണ്. അടുത്ത എന്താണ്? 3 goes to 5, 5 goes to 7, 7 goes to 8, 8 goes to 3. സോ അടുത്ത സൈക്കിളായി. ഇനി ഏതാണുള്ളത്? നമുക്ക് 6 ആണുള്ളത്. 6 goes to എന്താണ്? 6 ആണ്. ഇനി ഓർഡർ ഓഫ് സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM ഓഫ് ലെങ്ത് ഓഫ് ഈച്ച് സൈക്കിൾ ആണ്. സോ LCM ഓഫ് ഫസ്റ്റ് വണ്ണിന്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. സെക്കൻഡ് വണ്ണിന്റെ 1 ആണ്. തേർഡ് വണ്ണിന്റെ എത്രയാണ്? 4 ആണ്. ഫോർത്ത് വണ്ണിന്റെ എത്രയാണ്? 1 ആണ്. ഇതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതും എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം അത് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മെട്രിക്സ് ഈസ് സിംഗുലർ ഇഫ് ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സ് സിംഗുലർ ആകുന്ന എപ്പോഴാണ്? അതിന്റെ ഡിറ്റർമിനന്റ് 0 വരണം. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും നോക്കി? 8 ഇൻറ്റു 0 മൈനസ് 12 മൈനസ് എക്സ് ഇൻറ്റു എന്ത് വരും? 0 മൈനസ് 24 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് മൈനസ് 12 ഇൻറ്റു 8 മൈനസ് മൈനസും പ്ലസ് ആകും, പ്ലസ് 24x ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 24x ഈക്വൽ ടു എത്ര എന്ന് വരും? 12 ഇൻറ്റു 8 എന്ന് വരും അല്ലേ? ഇവിടുന്ന് 12 കട്ടായി പോകും, 2ഉം 12ഉം കൂടി കട്ടായി പോയി എന്ത് വരും? 2 വരും. അതായത് 2x ഈക്വൽ ടു എത്രയാണ്? 8 ആണ്. x ഈക്വൽ ടു എത്രയാണ്? 8/2 4 ആണ്. സോ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ്, അത് ലീനിയർ ഓൾജിബ്ര എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യുന്ന ടൈപ്പിൽ തന്നെ ഉള്ളതായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് ദ വെക്ടർ സ്പേസ് ഓഫ് n/n റിയൽ മെട്രിക്സസ് ഓവർ R എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ്? സിമെട്രിക് മെട്രിക്സ്. സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്സ്പേസ് ആണ്. ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്താകില്ല? സബ്സ്പേസ് ആകില്ല. നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് സബ്സ്പേസ് ആകില്ല. നോൺ സീറോ മെട്രിക്സുകൾ സബ്സ്പേസ് ആകില്ല. ഇവിടെ ഇൻവേർട്ടിബിൾ മെട്രിക്സ് സബ്സ്പേസ് അല്ലാത്തതിന്റെ കാരണം എന്താണ്? ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളത് 1 0 0 1 എടുത്തു. ബി എന്ന് പറയുന്നത് -1 0 0 -1 എടുത്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നത്. അത് ഇൻവേർട്ടിബിൾ അല്ല. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇനി ഓപ്ഷൻ ഡി നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ n/n റിയൽ നോൺ സീറോ മെട്രിക്സസ് ഓവർ R എടുത്തു കഴിഞ്ഞാൽ അത് സബ്സ്പേസ് ആവുമോ എന്നാണ്. അല്ലല്ലോ, കാരണം എ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നതും ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. ആഡ് ചെയ്തപ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടി. സോ അതും തെറ്റായിരിക്കും. ഓക്കെ, ഇനി നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ സബ്സ്പേസ് ആകുമെന്നാണ്. ഞാൻ എ എന്ന് പറയുന്നത് 1 0 0 0 എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എടുത്തു. ബി എന്ന് പറയുന്നത് എന്താണ്? 0 1 0 0 0 1 എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എടുത്തു. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 1 0 0 1 എന്നും പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആയി ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. സോ അതും എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇവിടെ ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ട്രൂ ആകൂ.
ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും നമുക്ക് സബ്സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണ്. അത് ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പം സബ്സ്പേസ് എങ്ങനെയാണെന്നുള്ളതും കൂടി കണ്ടുപിടിക്കാനായിട്ടുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ അല്ലയോ എന്ന് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്, എന്തായിരുന്നു, പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതൊന്നും ഒരിക്കലും എന്താകില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. സോ ഇവിടെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ലാതെ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഐഗൺ വാല്യൂസ് ഓഫ് എ 3x3 മെട്രിക്സ് എ ആർ 1, -2, 3. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഐഗൺ വാല്യൂ, സപ്പോസ് λ1, λ2, λ3 എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? λ³ മൈനസ് സം ഓഫ് ദ ഐഗൺ വാല്യൂസ്, ദാറ്റ് ഈസ് λ1 പ്ലസ് λ2 പ്ലസ് λ3 ഇൻറ്റു എന്ത് വരും? λ² പ്ലസ് അടുത്ത എന്താണ്? കറസ്പോണ്ടിങ് പ്രോഡക്റ്റുകൾ ഏതൊക്കെ വരും? λ1 λ2 പ്ലസ് λ1 λ3 പ്ലസ് λ2 λ3 ഇൻറ്റു എന്ത് വരും? ലാംഡ വരും മൈനസ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആണ്, ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? 0 എന്ന് കിട്ടും. ഇനി ഏതൊരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും എന്തായിരിക്കും? ആ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a³ മൈനസ് ഇവിടെ λ1 പ്ലസ് λ2 പ്ലസ് λ3 എത്ര വരും? 3 1 4, 4 2 പോയ 2, സോ 2 λ² പ്ലസ് അടുത്ത് എന്ത് വരും? λ1 ഒരു കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് എന്ത് വരും? 1 ഇൻറ്റു -2 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് അടുത്ത എത്രയാണ്? -2 ഇൻറ്റു 3 എത്ര വരും? -6 ഇൻറ്റു എന്തെന്ന് വരും? ലാംഡ എന്ന് വരും. ഓക്കെ, ഞാനിവിടെ ലാംഡ എന്ന് തന്നെ എഴുതുവാണ്. ഓക്കെ, ലാംഡ മൈനസ് അടുത്ത എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എത്ര വരും? 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു -2 -6 എന്ന് വരും. സോ എന്താകും? +6 = 0 എന്ന് വരും. അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ വരും? λ³ -2 λ² പ്ലസ് -6 -2 -8 പ്ലസ് 3 എത്ര എന്ന് വരും? -5 ലാംഡ പ്ലസ് 6 = 0 എന്ന് വരും. ഇനി ഏതൊരു മെട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് എങ്ങനെ എഴുതാം? a³ മൈനസ് 2a² മൈനസ് 5a പ്ലസ് 6 ഐഡന്റിറ്റി = 0 എന്ന് എഴുതാം. ത്രൂ ഔട്ട് ഞാൻ a ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? a² മൈനസ് 2a മൈനസ് 5 ഐഡന്റിറ്റി പ്ലസ് 6 a ഇൻവേഴ്സ് = 0 എന്ന് വരും. നമുക്കിവിടെ a ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. സോ ഇത്രയും ടൈംസ് എവിടേക്ക് കൊണ്ടുപോകുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് 6 a ഇൻവേഴ്സ് = എന്തെന്ന് വരും? 5 ഐഡന്റിറ്റി പ്ലസ് 2a മൈനസ് a² എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് a ഇൻവേഴ്സ് = എന്തായിരിക്കും? 1/6 ഇൻറ്റു 5 ഐഡന്റിറ്റി പ്ലസ് 2a മൈനസ് a² എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? 5 ഐഡന്റിറ്റി പ്ലസ് 2a മൈനസ് a². ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് മെട്രിക്സും അതായത് ലീനിയർ ഓൾജിബ്രയ്ക്കകത്ത് ഉറപ്പായിട്ടും ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കൗണ്ടബിലിറ്റി, അൺകൗണ്ടബിലിറ്റി. അത് നമ്മൾ ക്ലാസ്സിലും അതുപോലെ യൂട്യൂബ് ക്ലാസ്സസിനകത്തും ഇട്ടിട്ടുണ്ട്. ഏതാണ്? കൗണ്ടബിലിറ്റിയുടെ ഒക്കെ കുറേ പ്രോബ്ലംസ് ഇട്ടേക്കുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ, തെറ്റാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. ഓപ്പൺ ഇൻട്രോവൽ 0 എന്ന് പറയുന്നത് കൗണ്ടബിൾ, തെറ്റാണ്. ഓപ്പൺ ഇൻട്രോവൽ 0 എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അടുത്ത എന്താണ്? a = q ഇന്റർസെക്ഷൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. q എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. അതിന്റെ ഇന്റർസെക്ഷൻ 0 1 ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 1 റാഷണൽ നമ്പേഴ്സ് മാത്രമല്ലേ വരുള്ളൂ. കാരണം q എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. ആ റാഷണൽ നമ്പറും 0 1 ഇന്റർസെക്ഷൻ 0 1 റാഷണൽ നമ്പറിന്റെയും ഇന്റർസെക്ഷൻ ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. സോ ഇതും തെറ്റാണ്. ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ട്രൂ ആകുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ n-ന് 1 ഉള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 - 1. അടുത്ത് എന്ത് വരും? 1 - 1/2, 1 - 1/3, 1 - 1/4. അങ്ങനെ പോയി n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n എന്ന് പറയുന്നത് എവിടേക്ക് പോകും? 0യിലേക്ക് പോകും. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അതായത് 1-നെ ചുറ്റിപ്പറ്റി എന്താണ്? നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് കാണും. സോ ഇതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ബൗണ്ട് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം കൗണ്ടബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളത് അത് നമ്മൾ റിയൽ അനാലിസിസിന്റെ ക്ലാസ്സിൽ ഇട്ടേക്കുന്ന വീഡിയോ എടുത്ത് നോക്കുക. അതിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ചോദിക്കാനുള്ള സാധ്യത നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോർ ദ സീരീസ് സമ്മേഷൻ n equal to 1 to infinity minus 1 raised to n plus 1 by n which among the following statement is true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ കൺവേർജൻസ് നോക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ എ എൻ എന്ന് പറയണത് അല്ലെ, എ എൻ പ്ലസ് 1 എന്ന് പറയണത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ എ എൻ ആയിരിക്കണം അല്ലെ. എ എൻ സോറി എ എൻ എന്ന് പറയണത് എങ്ങനെ വരും, ഇവിടെ 1 by n ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സോ n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. n equal to 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 by 2 വരും. n equal to 3 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 by 3 വരും. അങ്ങനെയാണ് പോണത്. ഇവിടെ ഞാൻ a n എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടേം -1 raised to n plus 1 ഒഴിവാക്കിയിട്ടുള്ള ടേമാണ് നമ്മൾ a n എന്ന് പറഞ്ഞെടുക്കേണ്ടത്. സോ a n എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 1 by n എന്ന് കിട്ടും. ഇനി നോക്കി, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്, 1 by 2 ആണ്, തേർഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്, 1 by 3 ആണ്. അതായത് എന്താണ് ഇവിടെ, എ എൻ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, എ എൻ പ്ലസ് 1 ആയിരിക്കും. നമുക്ക് കൺവേർജൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടെസ്റ്റാണുള്ളത്, ലെബനീസ് ടെസ്റ്റ്. അതെന്താണ് പറയണത്, എ എൻ ഗ്രേറ്റർ ദാൻ എ എൻ പ്ലസ് 1 ആയിരിക്കണം. അതുപോലെ എന്താണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടൈം ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ടൈം ആണ്, അത് ഗ്രേറ്റർ ദാൻ തേർഡ് ടൈം ആണ്. അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുന്നത്. അതുപോലെ ആ സെൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ 1 by n എവിടേക്കാണ് പോകുന്നത്, 0യിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും അല്ലെ. കൺവേർജന്റ് ആണ്. ഇനി ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കുമോ, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് സീരീസ് കൺവേർജന്റ് ആണെന്ന് നോക്കണം. ഇതിന്റെ മോഡുലസ് സീരീസ് എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ n equal to 1 to infinity 1 by n എന്ന് വരും. 1 by n എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജന്റ് ആണ് ബൈ പി സീരീസ് ടെസ്റ്റ് അല്ലെ. പി സീരീസ് ടെസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ് ഇതിനകത്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും റിയലിന്റെ ക്ലാസ്സിനകത്ത് വരുന്നതാണ്. 1 by n എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജന്റ് ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സീരീസ് കൺവേർജന്റ് ആണ്, പക്ഷേ ഇതെന്തല്ല, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് എഫ് ബി 0 ക്ലോസ് എഫ് ബി ഡിഫൈൻഡ് ബൈ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, 1 -1. 1 എപ്പോഴാണ്, എക്സ് റാഷണൽ ആകുമ്പോൾ. -1 എന്താണ്, എക്സ് ഇറാഷണൽ ആകുമ്പോൾ. എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതെന്താണ്, ഒരു ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ആണ്. ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, റീമാൻ ഇന്റഗ്രബിൾ അല്ല. പക്ഷേ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, എഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താകും, എക്സ് റാഷണൽ ആകുമ്പോൾ 1 ആയിരിക്കും, ഇറാഷണൽ ആകുമ്പോഴും 1 ആയിരിക്കും. അതായത് എഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. സോ എഫ് എന്ന് പറയുന്നത് റീമാൻ ഇന്റഗ്രബിൾ അല്ല, എഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ബി മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇതെന്താണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റീമാൻ ഇന്റഗ്രബിളിന്റെയും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അതും നമ്മൾ റിയലിന്റെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് നോക്കും. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് 1 + i ഹോൾ റൈസ്ഡ് ടു 24 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം 1 + i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, a + b ഹോൾ സ്ക്വയർ എന്താണ്, a² + 2ab + b സ്ക്വയർ ആണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 + 2i - 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 2i ആണ്. ഇനി നമുക്ക് 1 + i ഹോൾ റൈസ്ഡ് ടു 24നെ എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോൾ 1 + i സ്ക്വയറിന്റെ ഹോൾ പവർ 12 എന്ന് എഴുതാം. നമുക്ക് 1 + i സ്ക്വയർ എന്താണെന്ന് കിട്ടി, 2i ആണെന്ന് കിട്ടി. സോ 2iയുടെ ഹോൾ പവർ 12 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 2^12 ഇൻറ്റു i^12 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2^12 ഇൻറ്റു i^4. i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്, -1 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, i² ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് -1 ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം. അത് എത്രയായിരിക്കും, 1 ആയിരിക്കും വരുന്നത്. സോ 2^12 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 2^12 ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റ് u equal to x³ - 3xy² for which of the following functions v u + iv is holomorphic. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യു തന്നിട്ട് വി കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇത് ഹോളോമോർഫിക് ആണെങ്കിൽ അതെന്തായിരിക്കും, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ux ഈക്വൽ ടു എന്തായിരിക്കും, vy ആയിരിക്കും. uy ഈക്വൽ ടു എന്തായിരിക്കും, -vx ആയിരിക്കും. സോ ഇവിടെ ux എന്ന് പറയുന്നത് എന്തായിരിക്കും,
വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 3x² മൈനസ് 3y² എന്ന് വരും. ഇനി യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് -3 ഇൻറ്റു 2xy എന്ന് വരും, വിച്ച് ഈസ് ഇക്വൽ ടു എത്രയാണ്? -6xy ആണ്. ബൈ സി ആർ ഇക്വേഷൻ നമുക്കറിയാം ux ഇക്വൽ ടു എന്തായിരിക്കും? vy ആയിരിക്കും. സോ vyനെ നമുക്ക് എങ്ങനെ എഴുതാം? 3x² മൈനസ് 3y² എന്ന് എഴുതാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3x² ഇന്റഗ്രൽ 3x³ 3 എന്ന് വരും, ദാറ്റ് ഈസ് x³ മൈനസ് 3y² ഇന്റഗ്രൽ എന്തായിരിക്കും? സോറി, ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എന്ത് വരും? 3 ഇൻറ്റു x² മൈനസ് 3 ഇൻറ്റു y³ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 3യും 3യും കട്ടായി പോയി, എന്തെന്ന് വരും? y³ എന്ന് വരും. പ്ലസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അതെന്തായിരിക്കും? സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് എന്താണുള്ളത്? ux ഇക്വൽ ടു vy ആണ്, uy ഇക്വൽ ടു -vx ആണ്. സോ uy-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -vx എന്ന് എഴുതാം, ഓർ vx ഇക്വൽ ടു എങ്ങനെ എഴുതാം? -uy എന്ന് എഴുതാം, വിച്ച് ഈസ് ഇക്വൽ ടു എന്ത് വരും? -uy എന്ന് പറയുമ്പോൾ എത്രയാണ്? uy എന്ന് പറഞ്ഞാൽ -6y ആണ്. സോ -6xy എന്ന് വരും, വിച്ച് ഈസ് ഇക്വൽ ടു എന്താണ്? 6xy ആണ്. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 6x² 2y പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആയ സം ഫംഗ്ഷൻ ഓഫ് y വരും. ഇത് എക്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സം ഫംഗ്ഷൻ ഓഫ് y എന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 3x² പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y എന്ന് വരും. ഇനി ഈ രണ്ട് വിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് v ഈക്വൽ ടു എന്താണ്? 3x² രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്, മൈനസ് ഏതാണുള്ളത്? y³ ഉണ്ട്. സോ നമ്മുടെ v എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x² മൈനസ് y³ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ റെസിഡ്യൂ ഓഫ് 1/z² പ്ലസ് 1 അറ്റ് z ഈക്വൽ ടു i ആണ്. നമുക്ക് അറിയാം റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z ഈക്വൽ ടു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് z ടെൻഡിങ് ടു a z മൈനസ് a ഇൻറ്റു എഫ് ഓഫ് z ആണ്, അല്ലേ? ഇവിടെ നമുക്ക് എഫ് ഓഫ് z എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? 1/z² പ്ലസ് 1 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/z മൈനസ് i ഇൻറ്റു z പ്ലസ് i എന്ന് എഴുതാം. സോ റെസിഡ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് എവിടെ നിന്നാണ്? z ഈക്വൽ ടു iയിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു i z മൈനസ് i ഇൻറ്റു എഫ് ഓഫ് z. എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z മൈനസ് i ഇൻറ്റു z പ്ലസ് i ആണ്. ഇത് രണ്ടും കട്ടായി പോകും. ഇസഡിന് i കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2i എന്ന് വരും, അല്ലേ? 1/2i എന്ന് വരും. അതിന് രണ്ട് സൈഡിലും ഞാൻ i വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? i/2i² എന്ന് വരും. i² വാല്യൂ എത്രയാണ്? -1 ആണ്. സോ -i/2 എന്ന് കിട്ടും. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 2 e⁻z ഡിവൈഡഡ് ബൈ എന്താണ്? z മൈനസ് 1² dz ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? z ഈക്വൽ ടു 1 ആണ്. ആ z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻസൈഡ് ദ സർക്കിൾ ആണ്, അല്ലെ? z ഈക്വൽ ടു മോഡ് z ഈക്വൽ ടു 2 ആണ് നമ്മുടെ സർക്കിള്, റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. ആ z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇൻസൈഡ് ആണ് വരുന്നത്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ് വരുന്നത്. ഇനി നോക്കിയേ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പോൾ ഓഫ് ഓർഡർ എത്രയാണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ അതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് z ടെൻഡിങ് ടു a z മൈനസ് a ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തായിരിക്കും? d/dz ഓഫ് ഏത് വരും? സോറി, ഇങ്ങനെയല്ല വരുന്നത്, ഇതല്ലേ വരുന്നത്? ലിമിറ്റ് z ടെൻഡിങ് ടു a d/dz ഓഫ് z മൈനസ് a സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? എഫ് ഓഫ് z എന്ന് വരും, അല്ലേ? ഇനി ഇവിടെ ഏതാണ് സിംഗുലാരിറ്റി വരുന്നത്? ഏതാണ്? z ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എങ്ങനെ വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 1 d/dz ഓഫ് z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z. എഫ് ഓഫ് z എന്ന് പറയുന്നത് എത്രയാണ്? e⁻z ഡിവൈഡഡ് ബൈ z മൈനസ് 1 സ്ക്വയർ ആണ്.
ഇത് രണ്ടും കട്ടായി പോകും. ഇ റേസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു ഇസഡ് തന്നെയാണ്. സോ ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇ എന്ന് കിട്ടും നമുക്ക്. ഇനി ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആയിരിക്കും അല്ലെ? സം ഓഫ് റെസിഡ്യൂസ് ആയിരിക്കും. ഇവിടെ നമുക്ക് റെസിഡ്യൂ എത്രയാണ് കിട്ടിയത്? ഇ ആണ് കിട്ടിയത്. ദെയർഫോർ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2πi ഇൻറ്റു ഇ എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിനകത്ത് ഓൾമോസ്റ്റ് കുറേ പ്രോബ്ലംസ് ആ ഒരു സെയിം ടൈപ്പ് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചുള്ള പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലം വരും, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻ്റഗ്രേഷൻ ചോദിക്കാം. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. പിന്നെ അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. GCDയും ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ ഏതാണ്? ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ഓഫ് പെർമിറ്റേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെട്രിക്സിൻ്റെ ലീനിയർ ഓൾജിബ്ര എന്നുള്ള ഈ 4 ടൈപ്പ് പ്രോബ്ലം ഇതിലേതെങ്കിലും ഒക്കെ ടൈപ്പ് ആയിരിക്കും ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി എടുത്തിരിക്കുന്ന പ്രോബ്ലംസ് നോക്കുക. അതുപോലെ അൺകൗണ്ടബിലിറ്റി അല്ലെങ്കിൽ കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ഷുവറാണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് കൺവെർജൻസിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട് സീരീസിൻ്റെ. അതുപോലെ തന്നെ റീമാൻ ഇൻ്റഗ്രബിളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതാണ്? യു തന്നിട്ട് വി കണ്ടുപിടിക്കാനുള്ളത് റെസിഡ്യൂ, അതുപോലെ തന്നെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. നമ്മൾ അടുത്തത് നമ്മുടെ മോഡൽ എക്സാംസിന് ഇപ്പോൾ ഫസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ഇതുപോലെ നമ്മൾ 4 മോഡൽ എക്സാംസും കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നില്ല. പക്ഷേ നിങ്ങൾ ആപ്പിൽ കയറി എക്സാംസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് ഉറപ്പായിട്ടും ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. മിനിമം എന്താണെങ്കിലും ഒരു 10 എണ്ണത്തിന് മേളിൽ ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക്